പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിട്ട് ഇത് 27ാം ദിവസമാണ്. പരിശുദ്ധ പിതാവിന് നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സകൾ അതുപോലെ തന്നെ തുടരുകയാണ്. ഓക്സിജൻ തെറാപ്പിയും മോട്ടോർ ഫിസിയോതെറാപ്പിയും സാധാരണയായി കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവിന് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞെന്നും അതിനുശേഷം പ്രഭാതത്തിൽ 8 മണിയോടുകൂടി എഴുന്നേൽക്കുകയും പിന്നീട് തുടർന്ന് റോമൻ ക്യൂരിയ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പേരുള്ള ഹാളിൽ നടത്തിയ വത്തിക്കാൻ ക്യൂരിയയ്ക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ ഓൺലൈനായിട്ട് പരിശുദ്ധ പിതാവ് പങ്കെടുത്തു. ആ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പൊന്തിഫിക്കൽ ഭവനത്തിൻ്റെ ഔദ്യോഗിക പ്രഭാഷകനായ കപ്പുച്ചൻ വൈദികൻ ഫാദർ റോബർട്ടോ പസോളിനിയാണ്. പരിശുദ്ധ പിതാവിൻ്റെ മറ്റ് ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ വത്തിക്കാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില സാധാരണയായി തുടരുന്നതുപോലെ തുടരുന്നു. നേരിയ പുരോഗതി ഉള്ളത് അതുപോലെ തന്നെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തുടർന്നും നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന അനുദിനമുള്ള ജപമാല പ്രാർത്ഥനകൾ പതിവ് പോലെ ഇന്നലെയും വൈകുന്നേരം 6 മണിക്ക് റോമൻ ക്യൂരിയോട് ചേർന്നുള്ള പ്രാർത്ഥനാ മധ്യത്തിൽ പോൾ ദ സിക്സ്ത് ഹാളിൽ നടന്നു. ആ പോൾ ദ സിക്സ്ത് ഹാളിൽ ഇപ്പോൾ റോമൻ ക്യൂരിയയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പരിശുദ്ധ പിതാവും പങ്കെടുക്കേണ്ടതായിരുന്നു. ആ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കപ്പുച്ചൻ വൈദികനായ ഫാദർ റോബർട്ടോ പസലോണിയാണ്. ഏതായാലും പരിശുദ്ധ പിതാവ് ഓൺലൈനായി ജമല്ലി ആസ്പത്രിയിലെ 10ാം നിലയിലെ പേപ്പൽ സൂട്ടിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കുകയും ഈ ധ്യാനത്തിൽ ഓൺലൈനായിട്ടും പങ്കെടുത്തു എന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും നമുക്ക് പരിശുദ്ധ പിതാവിനായിട്ട് ഉയർത്താം. ഏതായാലും 2013 മാർച്ച് 13-ാം തീയതി ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ സക്സസറായി പിൻഗാമിയായി വന്ന ജോർജ് ബെർഗോളിയോ എന്നറിയപ്പെടുന്ന കർദിനാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയായി മാറിയത് മാർച്ച് 13-ാം തീയതി ആണ് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായി കടന്നു വരുന്ന ദിവസങ്ങളാണിത്. കാരണം നാളെ മാർച്ച് 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയായതിൻ്റെ 12ാം വാർഷികം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വാർഷികത്തിൽ തനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ തുടരാം. നമ്മുടെ പ്രാർത്ഥന വഴി അദ്ദേഹം ആരോഗ്യവാനായി സൗഖ്യം പ്രാപിച്ച് കാസ സാന്ത മാർത്തയിലേക്ക് തിരികെ എത്തുകയും തിരുസഭയെ നയിക്കുവാൻ ആവശ്യമായ ആരോഗ്യവും ഊർജവും കൃപയും സ്വീകരിച്ച് സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.